സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് ശ്രീ റെജി ലൂക്കോസ് ആണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് CPMൻ്റെ മുതിർന്ന നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വീട്ടുമുറ്റത്ത് CPM അനുഭാവികളും CPM പാർട്ടി അംഗങ്ങളും ED ഉദ്യോഗസ്ഥരോട്, അതായത് അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ CPM നേതാവിൻ്റെ മകളെ ചോദ്യം ചെയ്ത് പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ കടന്നാക്രമിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ കേന്ദ്ര സേന, ശരിക്കും കേന്ദ്രത്തിലെ ഈ ഉദ്യോഗസ്ഥരുടെ മേൽ വല്ലാത്ത അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ബംഗാളിൽ ഇതേ രീതി നമ്മൾ കണ്ടതാണ്. ഇത് കേരളമാണ്. സർ, ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം ഉണ്ടായതിന് അവരുടെ പല നേതാക്കളും ഈ ആക്രമണത്തെ വല്ലാതെ കണ്ട് ചേർത്ത് നിർത്തി ആക്രമണം കാണിച്ചതിലെ തെറ്റിനെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. M സ്വരാജിൽ തുടങ്ങി അവസാനം ഇപ്പോൾ വന്നു നിൽക്കുന്നത് V ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരെയാണ്. സർ, ഇത് CPM എന്ന് പറയുന്ന പാർട്ടിയെ വല്ലാതെ കൊണ്ടൊരു പടുകുഴിയിലേക്ക് ചാടിക്കുകയല്ലേ? ഇതിൽ പിണറായി വിജയൻ എന്ന നേതാവിന് ഉത്തരവാദിത്തമില്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾക്കെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണവും ദേശവിരുദ്ധ ആക്രമണങ്ങളാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അതാണ് ഇവിടെ CPM കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഇതിന്റെ അതീവ ഗുരുതരമായ ഒരു വസ്തുതയോട് ഞാൻ പറയാം. അതായത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾക്കെതിരെ, വീണ തൈക്കണ്ടിക്കെതിരെ ഒരു വലിയൊരു ആരോപണം, ഒരു ഗുരുതരമായ ആരോപണം തെളിവ് സഹിതം പുറത്തു വന്നു. പകൽ വെളിച്ചം പോലെ പുറത്തു വന്നു. എന്താണ്? 2014 മാത്രം അവരൊരു എക്സാലോജിക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നു. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT സ്ഥാപനം. തന്റെ അമ്മയുടെ പെൻഷന്റെ ഏറ്റവും കാശ് കൊണ്ടാണ് അത്, അല്ല പെൻഷന്റെ ആ പൈസ കളക്ട് ചെയ്തെന്നാണ് ഉണ്ടായത്. അപ്പോൾ ആ ചെറിയ സ്ഥാപനം 2000 അത് നമ്മുടെ CMRLന്റെ മാനേജിംഗ് ഡയറക്ടറിലെ കർത്താവുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ആ സമയത്ത് തന്നെ ഇവർ 2 തവണയായിട്ട് 50 ലക്ഷം രൂപ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്തു. 50 ലക്ഷം രൂപ ഈ പറയുന്ന CMRLന്റെ കർത്തായുടെ ഭാര്യയുടെ സ്ഥാപനത്തിൽ നിന്നും അവർ വായ്പ എടുക്കുന്നു. അതിനുശേഷം 2016 ഇവര് ഈ എഗ്രിമെന്റിനോടൊപ്പം തന്നെ ഇവര് 5 ലക്ഷം രൂപ ഒരു മാസം ഇവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്കും, അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ ഈ കമ്പനിയുടെ പേരിൽ ഓരോ മാസം കളക്ട് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ദിവസം ED കണക്ക് പുറത്തു കൊണ്ടപ്പോൾ ആദ്യമൊക്കെ 1.72 കോടിയായിരുന്നു, അതിപ്പോ 2.78 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അത് 2017 മുതൽ 2020 വരെയാണ് ഈ സംഭവം നടന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് മകളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം ഒഴുകിയെത്തിയത്. എന്തിനാണ് ഈ പണം വാങ്ങിച്ചത്? ഇവർ വാങ്ങിച്ചതിനെ കുറിച്ച് ഇവർ പറയുന്നത് എന്താ വെച്ചാല്, ഈ ലേഡി തന്നെ, ഈ വീണ തൈക്കണ്ടി തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനോട് 2020 ഈ പൈസ ടാക്സ് അടച്ചപ്പോൾ, ഈ പണത്തിന് ടാക്സ് അടച്ചപ്പോൾ ഈ പണം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് അതിന് മറുപടിയില്ല. ഒരു സേവനം ചെയ്തതായിട്ട് അവർ പറയുന്നില്ല. അവരുടെ തന്നെ പിരിഞ്ഞു പോയ 2 ഉദ്യോഗസ്ഥർ പറയുന്നു ഇതുകൊണ്ട് ഒരു സേവനവും ചെയ്തിട്ടില്ല. അതായത് ഇവർ പൈസ വാങ്ങിച്ച CMRLന്റെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരും പറഞ്ഞു അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന്. നോക്കണം, 2017 ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവര് ഒരു സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനായിട്ടാണ് ഈ 3 കോടി രൂപ വെച്ച് വാങ്ങിച്ചോണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെ ഏതാണ്ട് ഈ 5 ലക്ഷവും ഈ 3 കോടികള്, ഈ 3 ലക്ഷം നോക്കുമ്പോൾ 8 ലക്ഷം രൂപ വാങ്ങിച്ചു നോക്കുവാണെങ്കിൽ 2.78 കോടി വരുന്നുണ്ട്. ലോകത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇത്ര ഭീമ എമൗണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സ് ഇല്ല. ഇനി വാദത്തിന് വേണ്ടി പറഞ്ഞാലും. അതായത് അതിനുശേഷം ഇവരൊന്നിനും സേവനം ചെയ്യാത്തതിന് ശേഷം ഈ CMRL ഈ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്, നോൺ ഡെവലപ്മെന്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വേറൊരു കമ്പനിക്ക് കൊടുത്തത് 75 ഇരട്ടിയാണ് ഈ സ്ത്രീ ആ രീതിയിലാണെങ്കിലും കൈപ്പറ്റിയത്. ഒരു സേവനം ചെയ്തില്ല, അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പണം എന്താ? ഇത് നോക്കുകൂലിയാണ്, ഇത് മാസപ്പടിയാണ്. തന്റെ അച്ഛനാണ്
പിന്നെ കേരളം ഭരിക്കുന്നത്, നിങ്ങൾ നേരെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പൈസ കിട്ടണമെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടാണല്ലോ ഈ പണം CMR-ൽ ഇവർക്ക് ഒഴുക്കി കൊടുത്തത്. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ തെളിഞ്ഞു. ഷോൺ ജോർജ് കൊടുത്തൊരു പരാതിയിൽ SFIO ഇത് പുറത്തു കൊണ്ടുവന്നു. പോരാതെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിൽ ഇവർ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് കേരള ഹൈക്കോടതിയിലേക്ക് ആ കേസ് വന്നപ്പോൾ 4 or 5 പിന്നെ ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഇതിനെ തടസ്സഹർജിയുമായിട്ട് വീണാ വിജയനും ഈ CMR-ലും പോയി. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എൻ്റെ ഓർമ്മ, കഴിഞ്ഞ ചൊവ്വാഴ്ച കോടതി പുനരന്വേഷണത്തിനും പിന്നെ തുടർന്നുള്ള നടപടികൾക്കും ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ED-ക്ക് അനുമതി കൊടുത്തു. ED അതിന്റെ പിറ്റേ ദിവസം ഈ വീണാ വിജയൻ താമസിക്കുന്ന തന്റെ അച്ഛന്റെ വാടക വീട്, വീണാ വിജയൻ അവിടെ താമസിക്കുന്നതിനാണ് അവിടെ റെഡി ചെയ്തത്. അവരുടെ പിണറായിലെ വീട്ടിലും അവരുടെ ബാംഗ്ലൂരിലെ ഇപ്പൊ പ്രവർത്തനരഹിതമായ ഓഫീസുകളിലും ഈ CMR-ൽ MD കർത്തായുടെ, ശശിധരൻ കർത്തായുടെ മകന്റെയും അയാളുടെയും സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി. അപ്പോൾ പിന്നെ ഈ റെയ്ഡ് വരെ പുറത്തറിഞ്ഞ ഉടനെ ഇനിയാണ് ഏറ്റവും ഗൗരവമുള്ള സംഭവം. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ CPM-ന്റെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പ്രതിഷേധത്തിന് ആഹ്വാനം നടത്തി. പിണറായി വിജയനെ കൊടുക്കാനാണെന്നുള്ള ഭാഷ്യം ചവിട്ടി. ഇതിൽ പിണറായി വിജയനോട് എന്താ ബന്ധിരിക്കുന്നത്? അയാളുടെ മകൾ ചെയ്ത തെറ്റിലാണ് ED റെയ്ഡ് ചെയ്തത്. ഒരു ഉദാഹരണം, കഴിഞ്ഞ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ ഒരു മദ്യ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് കോടികൾ തട്ടിപ്പ് നടത്തുന്നതിന്റെ പേരിൽ ഈ പറയുന്ന കവിത എന്ന് പറയുന്ന സ്ത്രീയെ അവരെ വീട് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്തു. അപ്പോൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഈ ചന്ദ്രശേഖർ അത് തന്നെയാണ് പിണറായി വിജയനും. അപ്പോൾ പിണറായി വിജയനെയും CPM-നെയും വേട്ടയാടാനായിട്ടാണ് ഈ വീണാ തൈക്കണ്ടിയുടെ വീട് റെയ്ഡ് ചെയ്തെന്നുള്ള ഭാഷ്യം ചമച്ച് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടാണ് ഈ ഗോവിന്ദൻ മാഷ് നേരെ ഈ പറയുന്ന പിന്നെ ബേക്കർ ജംഗ്ഷനിലെ തിരുവനന്തപുരത്തെ വീടിന് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത B. ജോയി MLA, അതുപോലെ തന്നെ പിന്നെ ജോൺ ബ്രിട്ടാസ് MP, അതുകൂടാണ്ട് അവരുടെ നേതൃത്വം ഒന്നടങ്കം ഈ ED-യുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ആ വീടിന് മുമ്പിൽ അണിനിരുന്നു. ഇത് ഏറ്റവും വലിയ തെറ്റാണ്, ആന്റി നാഷണൽ ആക്ടിവിറ്റിയാണ്. കാരണം ഒരു കേന്ദ്ര സർക്കാർ ഏജൻസിക്ക് എവിടെയും നിയമപരമായി റെയ്ഡ് ചെയ്യാനും അതിന് രേഖകൾ കൈവശപ്പെടുത്താനും അവകാശമുണ്ട്. ഇല്ലേ നമ്മുടെ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് എന്ത് വിലയിരിക്കുന്നത്? ആദ്യമായിട്ടാണോ ED ഇന്ത്യയിൽ റെയ്ഡ് ചെയ്യുന്നത്? അപ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ നിൽക്കുകയും അവിടുത്തെ പരിരക്ഷ നൽകിയിരിക്കുന്ന പിന്നെ CRPF ജവാന്മാരുടെ മേൽ പോലീസിന്റെ ഹെൽമെറ്റ് എറിയുക, ചെരുപ്പ് എറിയുക, കുപ്പി എറിയുക, അത് ആരുടെ സാന്നിധ്യത്തിലാണ്? ഈ MP ഗോവിന്ദ സഹിതമുള്ള സാന്നിധ്യത്തിൽ. സ്വാഭാവികമായിട്ടും ഈ ചാനലിലൂടെ ഈ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത MP പിന്നെ ഗോവിന്ദ മാഷ് കേരളത്തിൽ ഒരു കലാപത്തിനുള്ള ആഹ്വാനം നടത്തിയത്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ ദൂരം ഉള്ളതുകൊണ്ടും ഇപ്പോൾ CPM-ന് വേണ്ടിയിട്ട് ചാവറാകാൻ ആളെ കിട്ടാത്തതുകൊണ്ടുമാണ് പല സ്ഥലത്തും ഈ ആക്രമണങ്ങൾ അരങ്ങേറാതിരുന്നത്. എങ്കിലും പിണറായി ഒക്കെ കുറെ എണ്ണം കടിച്ചുകൂടി. പറഞ്ഞു വരുന്നത്, അതിനുശേഷം ഈ ED ഉദ്യോഗസ്ഥന്മാർ 8 മണിക്കൂറിലെ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ അവരുടെ വാഹനത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ഈ പറയുന്ന IP ബിനു എന്ന് പറയുന്ന മുൻ കോർപ്പറേഷൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള CPM-ന്റെ ചാവേറുകൾ, ഗുണ്ടകൾ ആ വാഹനം 3 ഭാഗങ്ങൾ തല്ലി തകർക്കുകയും വനിതാ ED ഉദ്യോഗസ്ഥരുള്ളവരെ ആക്രമിക്കുകയും ആ പാവപ്പെട്ട ഒരു ടാക്സി ഡ്രൈവറുടെ കണ്ണിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അവരത് ജീവരക്ഷാർത്ഥം അത് ആ സമയത്തല്ല ഈ നേതാക്കന്മാർ നോക്കി നിന്നു. ഒന്നാലോചിക്കണം, അതായത് കേരളത്തിൽ ഒരു വലിയ അധികാരം നഷ്ടപ്പെട്ട് തങ്ങളിൽ ഏതാണ്ട് കേരളത്തിലെ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുന്ന ബോധ്യമായ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട്, ഈ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവരുടെ അച്ഛൻ മുൻ മുഖ്യമന്ത്രിയാണെന്ന് മാത്രം വേണ്ടിയിട്ട് കേരളത്തിൽ കലാപം അഴിച്ചുവിട്ടത് സത്യത്തിൽ ദേശവിരുദ്ധ പ്രവർത്തിക്ക് ഉപരിയായിട്ട് കേരളത്തിലെ ജനങ്ങളിൽ ഈ പാർട്ടിക്ക് ഒരു സ്ഥാനം അതിനോട് ഇല്ലാതാക്കി. ഇതാണ് വസ്തുത. ഇന്ന് പുറത്തു വന്ന ഭീകരമായ 2-3 വാർത്തകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യണം. പാലക്കാട് പിന്നെ ജില്ലാ സെക്രട്ടറി ഇന്നൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ED-ക്കെതിരെയുള്ള ആക്രമണം സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, ഇനിയും ഇതിലപ്പുറം സംഭവിക്കാൻ പോകുന്നത്. അതും ഈ വിവരദോഷികളായ അവശേഷിക്കുന്ന സഖാക്കളെ രംഗത്തിറക്കി കേരളത്തിൽ കലാപങ്ങൾ അരങ്ങേറാനുള്ള ആഹ്വാനമാണ്. സത്യത്തിൽ അയാളെയൊക്കെ ഈ നിമിഷം തന്നെ കസ്റ്റഡി എടുക്കണം. അതുകൂടാണ്ട് MP ഗോവിന്ദ മാഷ്, ഈ B. ജോയി MLA, ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ ശിവൻകുട്ടിയെ പോലുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം നടത്തിയ കലാപത്തിൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകണം. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിൽ തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശയിൽ കേരളത്തിൽ കലാപങ്ങൾക്ക് വേണ്ടി തുനിയുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ 24 വർഷം ഭരിച്ച ഈ പറയുന്ന
രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ട് പുറത്തിറങ്ങിയതിനു ശേഷം ഇന്ന് ആ പാർട്ടിക്ക് അവിടെ ആളും അർത്ഥവും ഇല്ലാത്തൊരു ഗതികേടിലേക്ക് പോയി. ത്രിപുരയിൽ തന്നെ 30 വർഷമല്ലേ സാർ? 30 വർഷത്തിൽ കൂടുതലായി. 34 വർഷം. അതെ, 34 വർഷം. 34 വർഷം അയാളും 15 വർഷം മമതാ ബാനർജിയും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതിന്റെ അവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. ഒരു മാറ്റവുമില്ല. അപ്പൊ കേരളത്തിലെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഈ പാർട്ടി ഒരു ഭീകര പ്രസ്ഥാനമായിട്ട് മാറിയോ എന്ന് സംശയിച്ചാൽ, അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇതാണ് ആദ്യം പറയാനുള്ളത്. സാർ, ഇതിൽ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഭരണത്തിൽ പോലും ഇല്ലെങ്കിലും പിന്നെ സമരം വിളിക്കാനും മറ്റും ഈ കണ്ട ആക്രമണം നടത്താനും ഒക്കെ വേണ്ടി പോയ ഈ പറയുന്നവരെ എല്ലാത്തിനെയും പിടിച്ചകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഭരണത്തിലില്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി പൊതുനിരത്തിൽ തല്ലുവാങ്ങുന്നവർ ഈ പറയുന്ന രീതിയിൽ ജയിലിലേക്കും ഇവരൊന്നും നേതാക്കളെന്ന് പറയുന്നവരൊന്നും വെളിച്ചത്തേക്കും വരാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഭരണത്തിൽ പോലുമില്ല. ഈ പാർട്ടിയിൽ ഒന്നും തന്നെ അല്ലാത്ത പിണറായിയുടെ മകൾക്ക് വേണ്ടിയാണ് ഈ തെരുവ് യുദ്ധം നടന്നത്. അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ഇവിടെ എടുത്ത് പറയേണ്ടി വരും. ഈ മുൻപ് ഇവരുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ അന്വേഷണം വന്നപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ എന്ത് വ്യാഖ്യാനമാണ് പറഞ്ഞത്? അന്നിവിടെ എത്ര തെരുവ് യുദ്ധം നടന്നു? ഇന്നലെ ആ ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ സമരത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് പാർട്ടി അംഗത്വം പുതുക്കി നൽകിയത്. അപ്പോൾ അതും പിണറായി ഇടപെട്ടാണ് പുതുക്കി നൽകിയത്. അപ്പോൾ ഇതെല്ലാം ഒരു പിണറായിയെ കണക്ക് കാണിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തെ ഭക്തന്മാരുടെ ഒരു പ്രകടനമായി നമുക്ക് വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമ ബംഗാളിൽ ആ ഇഡി ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിച്ച ഗുണ്ടാ നേതാവിനെ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. അയാൾ 2 വർഷവും 2 മാസമായിട്ട് ജയിലില്ല. കാരണം അതിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. ആയുഷ്കാലം നിയമക്കുരുക്കിലായിരിക്കും ഒരു പെടാൻ പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, ദേശീയ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ. കൃത്യമായ വിഷ്വൽസും എല്ലാം ഉണ്ട്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ നേതാക്കന്മാർ, ഈ IP ബിനുവിനെ പോലെയുള്ളവരും മറ്റുള്ള ഗുണ്ട നേതാക്കന്മാരും ആ ഗുണ്ടാ പ്രവർത്തകരും ഈ പ്രവർത്തനങ്ങൾക്ക്, ഈ നശീകരണ പ്രവർത്തനത്തിനും ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനും ദേശവിരുദ്ധമായ ഈ വേണ്ടി പ്രവർത്തിച്ചവര് ഇനി എന്നാണ് ജാമ്യത്തിലിറങ്ങുന്ന ചോദ്യം. ഇവർക്ക് ഒരുപക്ഷെ ജാമ്യം പോലും കിട്ടാൻ സാധ്യതയില്ല. ഇവരെ എന്തായാലും തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യം ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. കാരണം ദേശീയ അന്വേഷണ ഏജൻസി ഇവരെ കൈമാറേണ്ടവരും കിടക്കും. അപ്പോഴും ഈ നേതാക്കന്മാർ, സുഖലോലുപതരായ നേതാക്കന്മാർ ഈ പറഞ്ഞ ആഹ്വാനങ്ങളുമായി അന്നും കേരളത്തിലുണ്ടാവും. ഒരു ഉദാഹരണം പറയാം. A.A. റഹീം എന്ന് പറയുന്ന രാജ്യസഭ MP അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ജയിച്ചതിന്റെ പേരിൽ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. അത് അക്രമത്തിലേക്ക് പോയി. ജയിച്ചവർ അക്രമത്തിലേക്ക് പോയി. ഉടനെ ഇയാൾ ആഹ്വാനമായിട്ട് രംഗത്തിറങ്ങി, ഇരിക്കണോ അതായതാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2-3 അതിന്റെ ഒരാഴ്ച മുമ്പ് അയാള് ഒരു പ്രസംഗം നടത്തി. ഈ ചെങ്കൊടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണം പോയതിന്റെ പിറ്റേ ദിവസം ഈ മനുഷ്യൻ ഒരു സമരത്തിലും ഒരു തല്ലും വാങ്ങിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും ഡൽഹിയിൽ സെറ്റിൽഡാക്കി. 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നു. അതൊന്നും തെറ്റാൻ ഞാൻ പറയുന്നില്ല. സുരക്ഷിതനായി ആഹ്വാനം കൊടുക്കാൻ തല്ലും വാങ്ങിക്കുന്നില്ല. ഈ പാവപ്പെട്ട ചെറുപ്പക്കാര്, ഈ ഭ്രാന്ത് വിളകിയിരിക്കുന്ന മാനസിക നിലയുള്ളവർ പോയി തല്ലും വാങ്ങിക്കും, ജയിലിലും പോവും, അവരുടെ ഭാവി തകരുകയും ചെയ്യും. ഗോവിന്ദ മാഷിന്റെ മകന്റെ ഭാര്യയും സ്ഥിരമായി അമേരിക്ക യാത്ര ചെയ്യുന്നു, സന്ദർശിക്കുന്നു. M. സ്വരാജ് എന്ന് പറയുന്ന നേതാവ് ഇന്നലെ ഇതൊന്നും ആക്രമമല്ല, ഞങ്ങൾ ആക്രമിച്ചതിൽ അപ്പുറമാണെന്ന് പറഞ്ഞ് അതിഭയാനകമായ രീതിയിലുള്ള പ്രസംഗം നടത്തി ഇതിനെ ന്യായീകരിച്ച M. സ്വരാജ് കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ സഹിതം അമേരിക്കൻ സന്ദർശനം നടത്തി. ദിവസങ്ങളോട് അമേരിക്കയിലുണ്ടായി. തിരിച്ചു വന്നിട്ടാണ് അമേരിക്ക തെമ്മാടി രാജ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവരിലുള്ള നേതാക്കന്മാരെ മിക്കവരും MABB പതിവായിട്ട് വിദേശത്ത് പോകുന്നു. ഇവരെല്ലാവരും P. രാജീവാണ് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം. P. രാജീവ് പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ആത്മനിഷ്ഠ, വസ്തുനിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരിച്ച് മുതലാളിത്തം ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. ഭൂപരിഷ്കരണം മുതലാളിത്തത്തിനെ സൃഷ്ടിച്ചാന്ന് പറഞ്ഞ് വിഡ്ഢിതരമായിട്ട് ആ മനുഷ്യൻ വന്നിട്ടുണ്ട്. അദ്ദേഹം 5 വർഷം മന്ത്രിയായിരുന്നപ്പോൾ ലോകം ചുറ്റുമായിരുന്നു. ലോകം ചുറ്റി തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ മുതലാളിത്ത രാജ്യങ്ങളെ കുറിച്ച് പഴി പറയും. പിന്നെ ഇയാൾക്ക് അങ്ങോട്ട് പോയെന്നാ പറയും, നമ്മുടെ നീതിപ്പടം കൊണ്ടാണ് ഇയാൾ വ്യവസായികളെ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലോകം ചുറ്റിയത്. ഒറ്റ വ്യവസായിയെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷേ നാം എടുത്താൽ ഇസ്രായേലിനെ കുറ്റം പറയും. ഇദ്ദേഹത്തിന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിലാണ്. ഇദ്ദേഹത്തിന്റെ 2 മക്കളും കേരളത്തിലെ സമ്പന്നരമായി മാത്രം പഠിക്കുന്ന
കോളേജിലാണ് രണ്ട് മക്കളും പഠിക്കുന്നത്. എന്നിട്ട് താഴോട്ടിറങ്ങി വന്നിട്ട് ഈ പാവ സഖാക്കളുടെ മുമ്പിൽ ഇത്തരം പച്ച കള്ളങ്ങളും കാപട്യങ്ങളും വിളമ്പും. ഇവരുടെ ഒന്നും മക്കളോ സഹോദരങ്ങളോ ആരും ഈ ക്രൂരതയ്ക്ക് ഇരയാകത്തില്ല. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ രംഗത്തിറക്കി ആഹ്വാനം നടത്തി ഇവർ സുഖലോലുകളായി ജീവിക്കുന്നു. ഒന്ന് ആലോചിക്കണം, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നതന്നെ ഇപ്പൊ കസ്റ്റഡിയിലെടുത്ത് 9 പേരെ, കിട്ടാനുള്ള 12 പേരെ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഈ 300 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നുള്ള അവിടെ വന്നത്. ഒന്ന് ആലോചിച്ച് നേതാക്കന്മാർക്കെതിരെ ഒരു നിയമനോട് സ്വീകരിക്കുന്നത് ഇപ്പം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബ്രേക്കിംഗ് വാർത്തകളാണ്. ഇവരെ എല്ലാവരെയും ഈ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവർക്ക് നമ്മുടെ നിയമവ്യവസ്ഥ എന്നാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് പോലും പറയാൻ പറ്റത്തില്ല. ഇവരുടെ ജീവിതം പോയി, ഇവരുടെ കുടുംബങ്ങൾ തകർന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എഴുതി തള്ളിയത്. നീ ബിനോയ് കുറിച്ച് പറയാം. ബിനോയിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ വന്ന് അവർ അറസ്റ്റ് ചെയ്തപ്പോൾ ബിനോയാണ് ചേർന്ന ഈ ബിനീഷിന്റെ വിഷയത്തിൽ ഞാൻ ദിവസങ്ങളോളം ചാനൽ ചർച്ച പങ്കെടുത്ത ഒരാളാണ്. ഇത് കേട്ടോ, പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി ചോദിച്ചു, പറഞ്ഞെന്തറിയോ, അവരെന്തോ തെളിവുകളുമായിട്ട് വന്ന് അവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഇത് ആ കുടുംബത്തിന് ബോധ്യമാകുന്ന പറഞ്ഞേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മകളെ ഈ റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ പോലും വന്ന റെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനും ഈ പാർട്ടിക്കാർ ഈ നിലപാടെടുത്തില്ല? സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അത്യാവശ്യം ഭേദപ്പെട്ട ജനകീയനായ CPM-രെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്ന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മരണം പോലും ഇവര് വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അനീതിയാണ്. ഞാൻ മരണത്തിനോട് എന്താ അറിയോ, മദ്രാസിൽ നിന്ന് ഈ ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് AK സെന്ററിൽ കാണിച്ച് നിലവിലുള്ള സെക്രട്ടറിയാണ്. അത് ജനങ്ങളുടെ അല്ലെങ്കിൽ അവർ മാറ്റപ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി നേരെ കണ്ണൂർ വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന് ഒരു രാത്രി അവിടെ ഇരുന്ന് പിണറായി വിജയൻ 3-4 മണിക്കൂർ ചുറ്റും ഇരുന്നു. പിറ്റേ ദിവസം തിരക്കിട്ട് കണ്ണൂർ ശ്മശാനത്തിൽ പയ്യാമ്പലത്ത് കൊണ്ടായി ശവടക്കി അതിന്റെ എന്താ പറയാ ചിത എരിഞ്ഞു തീരുന്നതിന് മുമ്പ് പിണറായി വിജയൻ സംഘവും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യൂറോപ്പിലേക്ക് പോയി. അപ്പൊ അത് എന്നിട്ട് ബിനീഷ് കോടിയേരി 4 തവണ ആപ്ലിക്കേഷൻ കൊടുത്തു, പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തില്ല. ഇപ്പൊ ഇന്നലത്തെ വിഷയത്തിന്റെ ഇതോടുകൂടി ഇപ്പോൾ പിണറായി വിജയൻ ഇടപെട്ട് മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുക. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ പ്രവർത്തകരോടൊന്നും ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ല. കൂലിപ്പണിക്കാർക്ക് പോലും കിട്ടുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ പരിരക്ഷയോ. പക്ഷേ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളവിടെ കണ്ടത് പിണറായി ഭക്തരാണ് സാർ. ആ വന്നതൊക്കെ തന്നെയും പിണറായി ഭക്തരാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ നമ്മൾ ഈ വന്ന എല്ലാ അവരുടെ നേതാക്കളെയും നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഇന്നാർ പേരുകൾ പറയുമ്പോൾ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അവർക്കൊക്കെ ഈ പറയുന്ന നേതാവിനെ കൊണ്ട് നേട്ടമുണ്ടായവരാണ് അവിടെ വന്നവരൊക്കെ തന്നെ. അത് ഓരോരോ പേര് പറയുമ്പോഴും അറിയാം. അപ്പോൾ ആ ഭക്തരാണ് അവിടെ വന്നത്. 2, അദ്ദേഹത്തിൻ്റെ പാണ്ഡ്യാലയുടെ വീട്ടിന് മുന്നിൽ ആ വന്ന സാർ, ഇവർക്കെല്ലാം ഒന്നുകിൽ ഇത് കണക്കാരെയോ ബോധിപ്പിക്കേണ്ട, പാർട്ടിയോട് കണക്ക് ബോധിപ്പിക്കാനാണോ അതോ പിണറായിയോട് ബോധിപ്പിക്കാനാണോ? ഇതെല്ലാം ഈ നടന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ മകൾ കുറ്റക്കാരിയാണ്, അദ്ദേഹത്തിൻ്റെ മകൾ പാർട്ടി അംഗമല്ല, പിന്നെ എന്തിനവരിതെല്ലാം കാണിച്ചു എന്ന് അറിയാമായിരുന്നിട്ടും ഇതെല്ലാം കാണിച്ചതല്ലേ എന്നൊരു ചോദ്യം കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം അറിയില്ലേ ഈ ഭക്തന്മാർക്ക്? ഇതെല്ലാം അറിയില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഭക്തന്മാരെ മാറ്റി നിർത്തിയാല് ഏതാണ്ട് 4-4.25 കോടി വരുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇതിനകത്ത് പിണറായി വിജയൻ പിന്നെ റെയ്ഡ് ചെയ്യാൻ വന്നതല്ല. പിണറായി വിജയന്റെ മകളുടെ അയലോടൊപ്പമാണ് താമസിക്കുന്നത്. ആ വീട് റെയ്ഡ് ചെയ്യാൻ വന്നതെന്ന് എല്ലാവർക്കും അറിയാം. പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത പിണറായി വിജയന്റെ മകളുടെ പേരിൽ CMR മുതലാളി കർത്തായെ പോലും രക്ഷിക്കാനായിട്ടല്ലേ? കർത്തായുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും മകന്റെ വീട്ടിൽ ആ സമയം റെയ്ഡ് നടക്കുക. അപ്പൊ കർത്താവിനെ പോലും രക്ഷിക്കാനായിട്ടാണ് ഇവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. മുതലാളിക്ക്, ഒരു വമ്പൻ മുതലാളിക്കും ആ മുതലാളിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിച്ച് ഒരു സേവനം ചെയ്യാത്ത ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടും ഇവര് കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിൽ MA ബേബി, ലജ്ജ തോന്നി MA ബേബിയുടെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആ പ്രവർത്തനം ലജ്ജ തോന്നി. ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു മുതലാളിയായ പണം വാങ്ങി ഒരു സേവനം ചെയ്യാത്ത കുറ്റകൃത്യം ചെയ്ത ഇന്ത്യയുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ അയാള് പ്രകടനം നയിക്കുക, അറസ്റ്റ് ചെയ്ത് പോലീസ് സത്യത്തിൽ ആ കൊണ്ടുപോയ രംഗം കണ്ടിട്ട് വളരെ വളരെ കഷ്ടം തോന്നുന്നു. അപഹാസ്യമായി ഇയാൾക്ക് വ്യക്തിത്വത്തോട് പറയണ്ടേ? അത് പാർട്ടിയായിട്ട് ബന്ധമില്ല. ആ ലേഡിയുമായിട്ടുള്ളത് അത് നിയമത്തിന് പോണെന്ന് മാത്രം പറയേണ്ട ഉത്തരവാദിത്തമല്ല അയാൾക്ക്. തന്നെയുമല്ല അവിടെ നടന്ന മറ്റൊരു ഈ നാടകത്തിന്റെ കോൺസിക്വൻസ് എന്താ? ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ഈ വിഷയത്തെ
അപഹസിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതും വാഹനങ്ങൾ തകർത്തതും ഇന്ന് ദേശീയ തലത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഈ പാർട്ടിക്കെതിരെ വാർത്ത വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭക്തന്മാർ, ഈ പിണറായി വിജയൻ ഭക്തന്മാര്, അദ്ദേഹത്തിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്ത ഈ കൂട്ടം ഇനി നാളുകളിൽ അനുഭവിക്കാൻ പോകുന്ന നിയമ കുരുക്കിലായിരിക്കും, ജയിലിലായിരിക്കും ഒരു വാസം. ഒന്നും കൂടെ ഈ ചാനലിലെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ സമർപ്പിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന ജീവിതത്തിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. 10-35 വർഷം ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച ഒരാളെന്നുള്ളത് എനിക്ക് ആധികാരികോടെ പറയാൻ പറ്റും. ഞാനിവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കുക പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ല, അത് വേറെ വസ്തുത. പക്ഷേ ഇത്രയ്ക്കും നീച നേതൃത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാണികളെ കുരുതി കൊടുത്ത് ജയിലിൽ കിടന്നാലും അവർക്ക് ഒരു വിഷയമില്ല. എത്ര പേരെ ഈ കൂത്തുറമ്പ് വെടിവെപ്പിൽ 5 പേര് മരിച്ചു. വേറെ ഒരു വിദ്വാൻ 10-35 കൊല്ലക്കാരൻ തളർന്നു കിടന്നു. അയാളുടെ പേര് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി ഭൂമി നിലവിളിക്കുക. ആ മനുഷ്യന്റെ ജീവിതം പോയി. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്നവർ, ഇതിന്റെ സഹയാത്രയുള്ളവർ സ്വയം ചിന്തിക്കുക. നഷ്ടപ്പെടുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ആയിരിക്കും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ നീച ക്രൂരമുഖം, മൂർഖം പാമ്പിന്റെ മുഖം കേരളത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് പ്രവർത്തിക്കാൻ അധികം ആളുകളില്ല. അയ്യപ്പദാസെ, ഇതിന്റെ പേരിൽ ഇനി കേരളത്തിൽ സ്വന്തം ജീവിതം തകർക്കാനായിട്ട് ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വയം ചിന്തിക്കുക എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. നന്ദി. താങ്ക് യു സാർ.